ചെറുപ്പത്തിൽ പറഞ്ഞു നടന്ന ഒരു കഥയുണ്ട്, വീണ്ടും പറയാൻ തോന്നുന്നു. ഒരു കാട്ടിൽ വെച്ച് ഒരു കടുവയും കഴുതയും ആകസ്മികമായി കണ്ടുമുട്ടി. കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നതിനിടയിൽ കഴുത കടുവയോട് പറഞ്ഞു, നീലിച്ച ഈ പുല്ലുകൾക്ക് എന്തൊരു ഭംഗിയല്ലേ. ഇതു കേട്ട് കടുവ നെറ്റി ചുളിച്ചു. പുല്ലുകൾക്ക് നീല, അത് പച്ചക്കളറല്ലേ? അവർ തമ്മിൽ തർക്കമായി, വാഗ്വാദമായി. തർക്കം മൂത്ത് തർക്കപരിഹാരത്തിനായി അവർ സിംഹരാജനെ സമീപിക്കാൻ തീരുമാനിച്ചു. സിംഹത്തെ കണ്ട മാത്രയില് കഴുത ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, ബുദ്ധിയില്ലാത്ത ഈ കടുവ പറയാ പുല്ലുകൾക്കൊക്കെ പച്ച നിറമാണ്. സിംഹം കഴുത പറയുന്നത് മുഴുവനും ക്ഷമയോടെ കേട്ടു നിന്നു. എന്നിട്ട് അവസാനം കടുവയ്ക്ക് ശിക്ഷ വിധിച്ചു. 2 വർഷക്കാലത്തേക്ക് നിശബ്ദനായിരിക്കുക. അതാണ് കടുവയ്ക്ക് ലഭിച്ച ശിക്ഷ. ശിക്ഷ കേട്ട് കഴുത തുള്ളിച്ചാടി ഓടി മറഞ്ഞു. നിശബ്ദനായി തലതാഴ്ച നിന്ന കടുവ സിംഹത്തോട് ചോദിച്ചു, അല്ലയോ മൃഗരാജൻ, ഈ പുല്ലുകൾക്ക് പച്ച നിറമല്ല? സിംഹം തലകുലുക്കി സമ്മതിച്ചു, പുല്ലുകൾക്കൊക്കെ പച്ച നിറം തന്നെയാണ്. ഞാൻ നിന്നെ ശിക്ഷിച്ചത് പുല്ലുകൾക്ക് പച്ച നിറമല്ലാത്തത് കൊണ്ടല്ല, പുല്ലുകളൊക്കെ പച്ച നിറം തന്നെ. പക്ഷെ ഞാൻ നിന്നെ ശിക്ഷിച്ചത് ബുദ്ധിയില്ലാത്ത ആ കഴുതയോട് തർക്കിച്ചത് കൊണ്ടാണ്. ഈ കഥ നമ്മോട് പറയുന്നത് സംഭാഷണത്തിന്റെ ലക്ഷ്യം വാദം ജയിക്കലല്ല, ഒന്നൊന്നിനെ മനസ്സിലാക്കലാണ്, എതിരാളിയെ തോൽപ്പിക്കലല്ല, ഹൃദയം ജയിക്കലാണ്. ഈ വിധം വേദികളിൽ ഹൃദയം കവരുന്ന രാജകലയാണ് പ്രസംഗം. പ്രസംഗകലയുടെ സാധ്യതകളിലേക്ക്, സഭാകമ്പമില്ലാത്ത വാഗ്ധോരണികളിലേക്ക് നിങ്ങളെയും ഉയർത്താൻ കൈറ്റ് ഇന്റർനാഷണൽ ഒരുക്കുന്ന പ്രസംഗ പരിശീലന ശില്പശാല മാസ്റ്റർ ദ സ്റ്റേജ്.